നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മണ്ണവകാശ പ്രഖ്യാപന ജനകീയ പദയാത്രയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സമാപനം. AAP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി സന്ദർശനത്തിനെത്തിയ പഞ്ചാബ് MLA-മാരെ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കോതമംഗലം റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവ്യർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പീരിമേഡ് ടീ കമ്പനിയുടെ ചീന്തല ലോണ്ടറി ഫാക്ടറികൾ പൊളിച്ചു നീക്കുവാൻ നടപടി ആരംഭിച്ചു. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഫാക്ടറികൾ പൊളിച്ചു വിൽക്കുന്നത്. ചിറ്റൂർ സെന്റ് ജോർജ് പള്ളിയിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. കർഷക ചന്തയുടെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ മണ്ണവകാശ പ്രഖ്യാപന ജനകീയ പദയാത്രയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സമാപനം. അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ അധ്യക്ഷതയിൽ കഞ്ഞിക്കുഴിയിൽ നടന്ന പദയാത്രയുടെ സമാപന യോഗം AAP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ 6 ദിവസങ്ങളിലായി ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നടത്തിയ പദയാത്രയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സമാപനം. ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടവുമായി കർഷക പ്രക്ഷോഭം ഇതാ കടന്നു വരികയാണ്. കർഷക പ്രക്ഷോഭത്തെ തടയാൻ, തകർക്കാൻ ചുരുളിയിലെയും കീരിത്തോട്ടിലെയും വെടിയുണ്ടകൾ മതിയാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടയം നൽകാതെ ESA പ്രഖ്യാപിച്ച് CSR വനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 3 അതോറിറ്റി ഉണ്ടാക്കി നിർമ്മിതികൾ നിയമവിരുദ്ധമാക്കാൻ നിയമം നിർമ്മിച്ച് ഇടുക്കിയെ മനുഷ്യവാസമില്ലാത്ത ഭൂമിയാക്കി മാറ്റാൻ ദിവാസ്വപ്നം കാണുന്ന കപട പ്രത്യയശാസ്ത്ര തണലിൽ മനുഷ്യവിരുദ്ധ ഭരണം നടത്തുന്ന കർഷക വിരുദ്ധർക്കെതിരെ ഇതാ മലയോര ജനത ഒന്നിക്കുന്നു. കേരളത്തിലെ വിവിധ സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ച പദയാത്രയിൽ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ, വന്യമൃഗജീവി ശല്യം, സഹകരണ ബാങ്കുകളുടെ തകർച്ച തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്തു. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം AAP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ നിർവഹിച്ചു. LDF-ന്റെയും UDF-ന്റെയും പോലെ ഇടുക്കിയിലെ മലയോര ജനതയുടെ ഭൂമി പ്രശ്നങ്ങളിൽ ജില്ലയിൽ വരുമ്പോഴും ജില്ലയ്ക്ക് പുറത്തും ആം ആദ്മി പാർട്ടിക്ക് 2 അഭിപ്രായമില്ല എന്നും ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലയിലെ മലയോര ജനതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, കിസാൻ വിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മാത്യു ജോസ് എന്നിവർ നേതൃത്വം നൽകിയ പദയാത്രയിൽ 6ാം ദിനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ മുഴുവൻ സമയ പദയാത്രികനായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് ബേസിൽ ജോണിൻ അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചോരവേലി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ AAP സംസ്ഥാന കിസാൻ വിംഗ് കോർഡിനേറ്റർ മാത്യു ജോസ് ആമുഖ പ്രസംഗവും AAP സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നവീൻ G നാദാമണി ആശംസയും സിബി അറക്കേട്ട് നന്ദിയും പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന, ജില്ലാ, നിയോജക മണ്ഡലം, പഞ്ചായത്ത് നേതാക്കളും പ്രവർത്തകരും സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. ഇടുക്കി സന്ദർശനത്തിനെത്തിയ പഞ്ചാബ് MLA-മാരെ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണിനോടൊപ്പം ജില്ലാ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സച്ചിൻ ജോർജ്, തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാസിൽ K. ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. പഞ്ചാബിൽ നിന്നും ആം ആദ്മി പാർട്ടി വർക്കിംഗ് പ്രസിഡന്റും ബുദ്ധലാഡ MLA-യുമായ പ്രിൻസിപ്പൽ ബുദ്രാമിന്റെ നേതൃത്വത്തിൽ ഇടുക്കി സന്ദർശനത്തിനെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി ഇടുക്കി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണായി കൂടിക്കാഴ്ച നടത്തി. പഞ്ചാബ് MLA-മാരായ സർദാർ ബാരിന്ദർ മീറ്റ് സിംഗ് ബെഹ്റ, കുൽജിത് സിംഗ് രണ്ടാവ, സുഖ്വിന്ദർ സിംഗ് കോർലി, ലാബ് സിംഗ് ഉഗോക്കെ, അമൃതപാൽ സിംഗ് സൂപ്നന്ദ്, സർദാർ അമൂലക് സിംഗ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. MLA-മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളും ചർച്ചയായി. കൂടിക്കാഴ്ചയിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണിനൊപ്പം ജില്ലാ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സച്ചിൻ ജോർജ്, തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാസിൽ K. ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവ്യർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരികയാണ് റിലയൻ ഫൗണ്ടേഷൻ. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ തുടങ്ങിയ സാമൂഹ്യ സേവന രംഗത്ത് റിലയൻ ഫൗണ്ടേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കോതമംഗലം റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ഹരിതസേന അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തത്. റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ്കുട്ടി സേവ്യർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ MA നൌഷാദ്, MC വിനയൻ, AT സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി KH ഷാജി, VEO അർജുൻ മോൾ MM, റിലയൻ CEO ജെയ്മോൻ ഐബ്, റിലയൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജർ രഞ്ജിത്ത് PS, രശ്മി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 24 വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പീരിമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി ഫാക്ടറികൾ പൊളിച്ചു നീക്കുവാൻ നടപടി ആരംഭിച്ചു. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഫാക്ടറികൾ പൊളിച്ചു വിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് 2 ഫാക്ടറികളും. 2000-ൽ തോട്ടം ഉപേക്ഷിച്ച ഉടമ പോകുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും 33 ഓഫീസ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഫാക്ടറികൾ പൊളിച്ചു നീക്കിയതോടുകൂടി തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്ന പീരിമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി ഫാക്ടറികളാണ് പൊളിച്ചു നീക്കുവാൻ നടപടി തുടങ്ങിയത്. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഫാക്ടറികൾ പൊളിച്ച് വിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് 2 ഫാക്ടറികളും. തോട്ടം പൂട്ടുന്നതിന് മുൻപ് മുതൽ ഗ്രാറ്റുവിറ്റി, ബോണസ്, ശമ്പളം തുടങ്ങി കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾക്ക് കമ്പനി നൽകുവാനുമുണ്ട്. ഈ കുടിശ്ശിക നൽകാനെന്ന പേരിൽ കഴിഞ്ഞ ജൂണിൽ 1 കോടി രൂപയ്ക്ക് ഉടമ മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് ഫാക്ടറികൾ വിറ്റിരുന്നു. ജൂലൈ 15-ന് ഫാക്ടറി പൊളിക്കുമെന്ന് സ്വകാര്യ കമ്പനി ട്രേഡ് യൂണിയനുകളെ അറിയിച്ചു. അന്ന് തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ ഫാക്ടറി വിലയ്ക്ക് വാങ്ങിയ കമ്പനിയെ എതിർപ്പറിയിച്ചു. തുടർന്ന് യൂണിയൻ നേതാക്കൾക്കെതിരെ തോട്ടം ഉടമ കോടതിയെ സമീപിച്ചു. തൊഴിലാളികൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക നൽകാതെ ഫാക്ടറി പൊളിക്കുന്നതിനെ കോടതിയിൽ ട്രേഡ് യൂണിയനും എതിർത്തു. ഡിസംബർ 13-ന് തുക നൽകാമെന്ന് തോട്ടം ഉടമ സത്യവാങ്മൂലം നൽകുകയും തുടർന്ന് ഫാക്ടറി പൊളിക്കുവാൻ കോടതി അനുമതി നൽകുകയുമായിരുന്നു. ചൊവ്വാഴ്ച ഫാക്ടറിയുടെ ചുറ്റുമുള്ള കാട് വെട്ടിമാറ്റുവാൻ തുടങ്ങി. കൊളുന്തു സംസ്കരിക്കുന്ന CTC മെഷീൻ ഉൾപ്പെടെ തറയിൽ ഉറപ്പിച്ചിട്ടുള്ള മറ്റ് സാമഗ്രികളും പരിശോധിച്ചു. ജനറേറ്ററുകൾ, മോട്ടോറുകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള നിരവധി സാമഗ്രികൾ മോഷണം പോയിട്ടുണ്ടെന്ന് ഫാക്ടറി വാങ്ങിയവർ പറഞ്ഞു. ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയിട്ട് ഡിസംബർ 13-ന് 24 വർഷം പൂർത്തിയാകും. ഫാക്ടറി കൂടി പൊളിച്ചുകൊണ്ടു പോകുന്നതോടുകൂടി തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. 2000-ൽ തോട്ടം ഉപേക്ഷിച്ച് ഉടമ സ്ഥലം വിടുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും 33 ഓഫീസ് ജീവനക്കാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗ്രാറ്റുവിറ്റി, ബോണസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത്. സംയുക്ത ട്രേഡ് യൂണിയൻ വീതിച്ചു നൽകിയ പ്ലോട്ടുകളിൽ നിന്നും കൊളുന്തുനുള്ളി വിൽപ്പന നടത്തിയും മറ്റിടങ്ങളിൽ കൂലിപ്പണി ചെയ്തുമാണ് അന്നു മുതൽ തൊഴിലാളികൾ ഉപജീവനം നടത്തിവരുന്നത്. BBC ന്യൂസ്, പീരുമേട്. ക്രിസ്മസിന്റെ വരവറിയിച്ച് നാടും നഗരവും നക്ഷത്ര തിളക്കത്തിൽ. തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ക്വാളിറ്റി ഫ്യൂവൽസിൽ വൈകുന്നേരമാവുന്നതോടെ നിരവധി നക്ഷത്രങ്ങളാണ് മിന്നിത്തെളിയുന്നത്. മങ്ങാട്ടുകവല പെട്രോൾ പമ്പിലെ നക്ഷത്ര കാഴ്ച വാഹന ഉടമകൾക്ക് മനസ്സിനേറെ സന്തോഷം നൽകുന്നു. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ വൈകുന്നേരമാകുന്നതോടെ നക്ഷത്ര കാഴ്ച കാണുവാൻ ഇവിടെ എത്തുന്നുണ്ട്. ക്വാളിറ്റി ഫ്യൂവൽസ് മാനേജ്മെന്റിന് വേണ്ടി ലിറ്റോ ജോൺ പുത്തൻപുരയ്ക്കൽ അഡ്വാൻസായി എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നു.
സെന്റ് ജോർജ് പള്ളിയിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. കർഷക ചന്തയുടെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ നിർവഹിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിമുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിറ്റൂർ സെന്റ് ജോർജ് പള്ളിയിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന ഈ കർഷക കൂട്ടായ്മയിലൂടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നല്ല വില ലഭിക്കുന്നതിനും വാങ്ങുന്ന ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാനും സാധിക്കും. പ്രദേശവാസികളായ കർഷകർ നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതേ വിലയ്ക്ക് തന്നെ ആവശ്യക്കാർക്ക് വാങ്ങുന്നതിനുള്ള സൗകര്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ നിർവഹിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിമുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കർഷക ചന്തയിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചിറ്റൂർ. സത്രം മുക്കുഴി പുല്ലുമേട് വഴിയുള്ള ശബരിമല തീർത്ഥാടകരുടെ യാത്ര പുനരാരംഭിച്ചു. കനത്ത മൂടൽമഞ്ഞും മഴയും കാരണം ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായതിന് പിന്നാലെയാണ് തീർത്ഥാടകരെ കടത്തിവിട്ടു തുടങ്ങിയത്. ഈ ടോക്കൺ നമ്പർ 15 ചിലപ്പോൾ രണ്ടുപേരെ ആദ്യം വരുള്ളൂ. അവന്റെ കാഞ്ഞിരമറ്റം ചന്ദ്രൻകുന്നിൽ സണ്ണി സെബാസ്റ്റ്യൻ നിര്യാതനായി. സംസ്കാരം 5/12/2024 വ്യാഴാഴ്ച രാവിലെ 11:30 വീട്ടിലാരംഭിച്ച് തൊടുപുഴ വിജ്ഞാനമാത പള്ളിയിൽ. ഭാര്യ വത്സമ്മ പ്ലാഷനാൽ ചിറക്കൽ പുരയിടം കുടുംബാംഗം. മക്കൾ ആൻസി, ജൂബിമോൾ, സോബിമോൾ. മരുമക്കൾ സോയിച്ചൻ മണ്ണൂരാമ്പറമ്പിൽ ഇടപ്പാടി, ബിനു മുതുപ്ലാക്കൽ തൊടുപുഴ, ഷിജി കേളാമറ്റത്തിൽ ചെപ്പുകുളം. കരിമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ HF ഇനത്തിൽപ്പെട്ട പശുവിനെ ലേലം ചെയ്യുന്നു. ഡിസംബർ 18-ാം തീയതി 3 മണിക്കാണ് ലേലം. ലേലത്തിൽ പങ്കെടുക്കുന്നവർ സ്റ്റേറ്റ് സീഡ് ഫാം കരിമണ്ണൂർ ഫാം സൂപ്രണ്ടിന്റെ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുത്ത 1000 രൂപയുടെ DD നിരതദ്രവ്യവുമായി ഹാജരാകണം. ലേലം കൊള്ളുന്നവർ അന്നേ ദിവസം ലേലത്തുക മുഴുവനായി അടച്ച് പശുവിനെ ഫാമിൽ നിന്നും കൊണ്ടുപോകണം. അല്ലാത്തപക്ഷം നിരതദ്രവ്യം ഫാമിലേക്ക് മുതൽ കൂട്ടുന്നതും പശുവിനെ പുനർലേലം നടത്തുകയും ചെയ്യും. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഓൾ കേരള ബാങ്ക് റീറ്റെയിലേഴ്സ് ഫെഡറേഷന്റെ സാംസ്കാരിക വിഭാഗമായ അഗ്ബയുടെ സംസ്ഥാന പ്രസിഡന്റായി വിൽസൺ ജോണും ജനറൽ സെക്രട്ടറിയായി രാമകൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇടുക്കി ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 8-ന് തൊടുപുഴ TN നസീർ സ്മാരക ഹാളിൽ നടത്തും. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KM ബാബു അധ്യക്ഷത വഹിക്കും.
സമ്മേളന നടത്തിപ്പിന് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം KM ബാബു ഉദ്ഘാടനം ചെയ്തു. TR സോമൻ അധ്യക്ഷത വഹിച്ചു. റോയ് സെബാസ്റ്റ്യൻ, റോബിൻസ്, KK നവാസ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പട്ടികജാതി പട്ടികവർഗ വിഷയങ്ങളിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഡോക്ടർ BR അംബേദ്കർ മാധ്യമ അവാർഡിന് ജനയുഗം ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായി. ഡിസംബർ 5 ഉച്ചയ്ക്ക് 12 KTDC ചൈത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് സ്പീക്കർ AN ഷംസീർ പുരസ്കാരം സമ്മാനിക്കുമെന്ന് മന്ത്രി OR കേളു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ കോലാനി ഓവൂർ കുടുംബാംഗമാണ് R സാമ്പൻ. ഭാര്യ സേതുമോൾ, മക്കൾ സാന്ദ്ര, വൃന്ദ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മണ്ണവകാശ പ്രഖ്യാപന ജനകീയ പദയാത്രയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സമാപനം. AAP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി സന്ദർശനത്തിനെത്തിയ പഞ്ചാബ് MLA-മാരെ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കോതമംഗലം റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. റിലയൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവ്യർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പീരിമേഡ് ടീ കമ്പനിയുടെ ചീന്തല ലോണ്ടറി ഫാക്ടറികൾ പൊളിച്ചു നീക്കുവാൻ നടപടി ആരംഭിച്ചു. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഫാക്ടറികൾ പൊളിച്ചു വിൽക്കുന്നത്. ചിറ്റൂർ സെന്റ് ജോർജ് പള്ളിയിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. കർഷക ചന്തയുടെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.